സമ്മേളനം പാലക്കാട് ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ഘടക സമ്മേളനങ്ങളും വിജയകരമായി പൂർത്തിയാക്കി വളരെ ഐക്യത്തോടുകൂടി പാർട്ടിയുടെ ജില്ലാ സമ്മേളനം ഇന്നലെ വൈകിട്ട് ആരംഭിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബഹുജന പിന്തുണ വിളിച്ചറിയിക്കുന്ന തരത്തിലുള്ള വലിയ റെഡ് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനത്തോടു കൂടിയാണ് ആരംഭിച്ചത്. ഇന്നിപ്പോൾ രാവിലെ പതാക ഉയർത്തുന്നതോടുകൂടി അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കും. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിനൊരു നടത്തിപ്പിൻ്റെ രീതിയുണ്ട്. ആ രീതി എന്ന് പറഞ്ഞത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ സമ്മേളനമാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ കൂട്ടത്തിൽ അദ്ദേഹം ഇല്ല. അല്ല, പ്രത്യേക ക്ഷണിതാവ് ആരെ വിളിക്കണം ആരെ വിളിക്കേണ്ട എന്നുള്ളത് പാർട്ടിയുടെ ജില്ലാ കൗൺസിലാണ് തീരുമാനിക്കുക. ആ ജില്ലാ കൗൺസിൽ തീരുമാനിച്ച പ്രകാരമുള്ളവരെ വിളിച്ചിട്ടുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന പ്രകാരം അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത് പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവാണ്. ആ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും. ഞങ്ങളെ അറിയിക്കും. ആ സമയത്ത് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കും. 3 തവണ സെക്രട്ടറിയായ മാറണം എന്നതാണ് പാർട്ടിയുടെ നിലപാട്. തീർച്ചയായും അതിനനുസരിച്ചുള്ള മാറ്റം പാർട്ടിക്കകത്ത് പുതിയ നേതൃത്വം കടന്നു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാലക്കാട് ജില്ലയിൽ മുന്നോട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ആ മുന്നോട്ട് പോകുന്നതിന് ഒരു പ്രയാസം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വലിയ വിജയം. ഈ ആലത്തൂർ മണ്ഡലത്തിൽ തന്നെ ഇവിടെ നടന്ന ജില്ലാ പഞ്ചായത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPI ആണ് മത്സരിച്ചത്. വലിയ ഭൂരിപക്ഷത്തിൽ നമുക്കിവിടെ വിജയിക്കാൻ കഴിഞ്ഞു. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പിലാണല്ലോ ജയപരാജയങ്ങളൊക്കെ നോക്കുന്നത്. അതിലും വലിയ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വർഗ ബഹുജന പ്രസ്ഥാനങ്ങൾ, യുവജന, വിദ്യാർത്ഥി, മഹിള, ട്രേഡ് യൂണിയൻ, കിസാൻ സഭകളെല്ലാം വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന് ഞാൻ മറുപടി പറഞ്ഞു. അതൊന്നും ഈ സമ്മേളനത്തിൻ്റെ വിഷയമല്ല. അതൊക്കെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു സമ്മേളനം കഴിഞ്ഞു. അല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു സമ്മേളനം കഴിഞ്ഞു. ആ സമ്മേളനത്തിൽ ഇതെല്ലാം ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചതാണ്. ഈ സമ്മേളനത്തിന് മുമ്പിൽ അതൊരു അജണ്ടയല്ല. അങ്ങനെ ഒരു സംഘത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നേയില്ല. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പാർട്ടിയുടെ അച്ചടക്കത്തിന് വിധേയമായി പ്രവർത്തിക്കാത്തവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കുക എന്നത് ഈ പാർട്ടി രൂപീകരിച്ച കാലം തൊട്ടുള്ള പ്രക്രിയയാണ്. ആ പ്രക്രിയയിൽ അച്ചടക്ക നടപടി നേരിട്ടിട്ടുള്ളവർ സ്വയം തെറ്റുതിരുത്തി തിരിച്ചു വന്നാൽ ആരും തിരിച്ചെടുക്കും. അതാണ് പാർട്ടിയുടെ ചരിത്രം.